CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് FC കുറിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള രണ്ട് അപ്ഡേറ്റുകളാണ്. ഒന്നാമത്തെ ഒരു അപ്ഡേറ്റ് ചെയ്യുന്നത് ഇനി വരാൻ പോകുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ പ്ലേ ഓഫിനെ കുറിച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഇവാൻ വുക്കോമാനോവിച്ച് പറഞ്ഞ കാര്യങ്ങളാണ്. ഇനി രണ്ടാമത്തെ ഒരു അപ്ഡേറ്റ് ആയി നമ്മൾ പരിഗണിക്കാൻ പോകുന്നത് പ്ലേ ഓഫിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് വേണ്ടിയിട്ട് ഗ്രീക്ക് സ്ട്രൈക്കറായ ദിമിത്രിയോസ് ഡയമൻഡക്കോസ് കളിക്കുമോ കളിക്കില്ലയോ എന്ന ചോദ്യത്തിന് ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഇവാൻ വുക്കോമാനോവിച്ച് പത്രസമ്മേളനത്തിൽ പറഞ്ഞ മറുപടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ രണ്ടാമത്തെ അപ്ഡേറ്റ് ആയി പരിഗണിക്കുന്നത്. ഇതുകൂടാതെ മറ്റൊരു ISL ട്രാൻസ്ഫർ ന്യൂസ് കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL വാർത്തകൾ അറിയുവാൻ വേണ്ടി ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കുവാൻ ശ്രമിക്കുക. ഏതായാലും കഴിഞ്ഞ ദിവസം നടന്ന പത്രസമ്മേളനത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഇവാൻ വുക്കോമാനോവിച്ച് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ അവസാന ഘട്ടത്തിലെ അഥവാ പ്ലേ ഓഫിലെ ഫിക്സ്ചറുകളെയൊക്കെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. പ്ലേ ഓഫിനായി ഒരുങ്ങാൻ സമയമില്ലെങ്കിൽ പിന്നെ എല്ലാത്തിന്റെയും അർത്ഥം എന്താണ് എന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ പരിശീലകൻ ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു ഫിക്സ്ചറുകൾ കാരണം ടീമുകൾ തകരുകയും കൂടാതെ തന്നെ ISL എന്ന ലീഗിന്റെ നിലവാരം കുറയുകയും ചെയ്യുമെന്നും ഇവാൻ വുക്കോമാനോവിച്ച് പത്രസമ്മേളനത്തിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ആശാന്റെ വാക്കുകളിലേക്ക് നമുക്ക് വിശദമായി കടക്കാം. 7 ദിവസത്തിനിടയിൽ 8 വിമാനയാത്രകളാണ് നടത്തേണ്ടി വരിക. കൂടാതെ ആകെ ഒരു ദിവസം മാത്രമാണ് ഇതിനിടയിൽ ഞങ്ങൾക്ക് പരിശീലിപ്പിക്കാൻ കഴിയുന്നത്. അതിനിടയിൽ 3 മത്സരങ്ങളും കളിക്കണം. ഇത് എങ്ങനെയാണ് ലീഗിന് ഗുണം ചെയ്യുക എന്ന് ഇവാൻ വുക്കോമാനോവിച്ച് ആളുകളോട് ചോദിക്കുന്നുണ്ട്. കൂടാതെ ടീമിലുള്ള പ്ലേയേഴ്സിന് ഈ ഒരു സാഹചര്യത്തിൽ വളരെ വലിയ പ്രതിസന്ധികൾ തന്നെയാണ് നേരിടേണ്ടി വരികയും ചെയ്യുക. ഇതൊന്നുമല്ലാതെ ഇപ്പോൾ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ശക്തമായ ചൂടാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ താരങ്ങൾക്ക് എല്ലാവർക്കും തന്നെ എല്ലാ സമയവും പരിശീലനം നടത്തുവാൻ സാധിക്കുന്നതുമല്ല. പരിശീലനം ശരിയായ രീതിയിൽ നടക്കാത്തത് പരിക്കുകൾ വരാനും കാരണമാവും. ഏതായാലും അടുത്ത ISLന്റെ 11ാം സീസണിൽ എങ്കിലും ഇതിനൊരു മാറ്റം ഉണ്ടാവണമെന്നാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ ഇവാൻ വുക്കോമാനോവിച്ച് പത്രസമ്മേളനത്തിലൂടെ പ്ലേ ഓഫിന്റെ ഫിക്സ്ചറുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ISLന്റെ മാനേജ്മെന്റിലെ അധികൃതരെ എല്ലാവരും തന്നെ വിമർശിക്കുന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസത്തെ ബ്ലാസ്റ്റേഴ്സ് പരിശീലകന്റെ ഇവാൻ വുക്കോമാനോവിച്ചിന്റെ ഈ ഒരു വാക്കുകൾ. ഇനി ഏതായാലും നമുക്ക് രണ്ടാമത്തെ ഒരു അപ്ഡേറ്റിലേക്ക് കടക്കാം. നമുക്കറിയാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ദിമിത്രിയോസ് ഡയമൻഡക്കോസിന് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് കൊണ്ട് തന്നെ കഴിഞ്ഞ ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരത്തിൽ താരം കളിച്ചിട്ടുമില്ലായിരുന്നു. ഏതായാലും അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ഹൈദരാബാദ് FCക്ക് എതിരായുള്ള മത്സരത്തിലും താരം കളിക്കില്ല എന്ന് ഇവാൻ വുക്കോമാനോവിച്ച് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഏതായാലും കഴിഞ്ഞ ദിവസം നടന്ന പത്രസമ്മേളനത്തിൽ ആശാനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്ലേ ഓഫിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ദിമിത്രിയോസ് കളിക്കുമോ ഇല്ലയോ എന്നുള്ളത്. അതിന് മറുപടി ആയിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ ഇവാൻ വുക്കോമാനോവിച്ച് പറഞ്ഞിട്ടുള്ളത് പ്ലേ ഓഫിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് വേണ്ടിയിട്ട് ദിമിത്രിയോസ് ഡയമൻഡക്കോസ് എന്ന ഗ്രീക്ക് സ്ട്രൈക്കർ കളിക്കാൻ തീരെ ചാൻസ് ഇല്ല എന്നായിരുന്നു. ഏതായാലും ആശാന്റെ ഈ ഒരു വെളിപ്പെടുത്തൽ പുറത്തേക്ക് വന്നതോടുകൂടി ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാവരും നിരാശയിലാണ്. കാരണം ലൂണ വന്നപ്പോഴേക്കും ഗ്രീക്ക് സ്ട്രൈക്കറായ ദിമിത്രിയോസ് ഡയമൻഡക്കോസ് പരിക്ക് പറ്റിക്കൊണ്ട് പുറത്തേക്ക് പോയി. ഒരുപാട് ആഗ്രഹങ്ങളും ആശകളും ഉള്ളിൽ വെച്ചായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെല്ലാവരും ഇത്രയും കാലം ലൂണയെ കാത്തിരുന്നത്. അപ്പോൾ ലൂണ വന്നപ്പോഴേക്കും ദിമിത്രിയോസ് ഡയമൻഡക്കോസ് പുറത്തായിരിക്കുകയാണ്. ഏതായാലും ഇനി ഒരു മൂന്നാമത്തെ ISL ട്രാൻസ്ഫർ അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ജോർജ് പെരേര ഡേസിനെ കുറിച്ചാണ്. ഈ ഒരു സീസൺ അവസാനത്തോടുകൂടി മുംബൈ സിറ്റി FCയിൽ നിന്നും കരാർ അവസാനിക്കുന്ന പെരേര ഡേസിനെ സ്വന്തമാക്കാൻ ISLിലെ തന്നെ വമ്പൻ ക്ലബായ FC ഗോവ നിലവിൽ കഠിനമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് നിലവിൽ അവസാനമായി പുറത്തേക്ക് വന്ന ട്രാൻസ്ഫർ റിപ്പോർട്ട്. IFT ന്യൂസ് മീഡിയ എന്ന ഒരു ട്രസ്റ്റബിൾ മാധ്യമമാണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ഇതിനെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.